ഒരു കിഡിലൻ ടേസ്റ്റി സൂപ്പർ ബീഫ് വരട്ടിയതാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് മസാലകളെ വേണ്ടുള്ളൂ. ഗരം മസാല ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇതിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആദ്യം തന്നെ കുക്കറിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 4 പച്ചമുളകാണ് കീറിയിട്ടിരിക്കുന്നത്. അതിനുശേഷം 2 ഏകദേശം മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി എടുത്തിട്ട് റഫ്ലി ചോപ്ഡ് ആക്കിയിട്ട് അതിലേക്ക് ഇടുകയാണ് ചെയ്തത്. അതൊന്ന് നന്നായി വഴഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പേസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഞാൻ ചതച്ചിട്ടാണ് ഇട്ടത്. അതിനുശേഷം ഒരു തക്കാളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 തക്കാളിയാണ് ഇട്ടത്. ഉള്ളി തക്കാളിയൊക്കെ കൂടുതൽ സമയം വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം കൂടുതൽ സമയം വഴറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് ഉണ്ടാവില്ല. തക്കാളി ഒന്ന് ചെറുതായി വഴന്നു കഴിഞ്ഞപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്തത്. വേറെ ഗരം മസാല ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് വഴറ്റിയതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ചു വെക്കുന്നു. വെള്ളം ഒട്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഉള്ളിയിലും ഈ ഇറച്ചിയിലൊക്കെ വെള്ളമുണ്ട്. ഞാനിതിന് ഏകദേശം 8 വിസിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ബീഫിൻ്റെ ആ ഒരു എളുപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കുക്കറിൻ്റെ സൈസിനനുസരിച്ചൊക്കെ ചിലപ്പോൾ വിസിലോ 1-2 അങ്ങോട്ടോ ആവാം. എന്നാലും ഏകദേശം ഒരു 4 വിസിൽ എന്തായാലും വേണ്ടി വരും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ഇതിൻ്റെ വറവിലേക്കുള്ളത്. നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്തിന് ശേഷം ഞാനൊരു ഉള്ളി മുഴുവനായിട്ട് ചെറുതായിട്ട് കുനുകുനായി അരിഞ്ഞിട്ടിരിക്കുന്നു. നമുക്ക് ഇഷ്ടം പോലെ കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റൊക്കെ വരും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മളിത് മൂടി വെക്കണം. പിന്നീട് മുകളിലായിട്ട് ഒരല്പം കുരുമുളക് പൊടി വിതറിയതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി ചപ്പാത്തിയുടെ കൂടെയോ പൊറാട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഈവൻ ബ്രെഡിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.